നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് അനുകൂലമല്ലാതെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന പലപ്പോഴായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്താറുള്ളതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ആരോപിക്കുന്നുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ അത് പ്രകടമായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നെ നീക്കാനായി മറ്റ് ജഡ്ജിമാർ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന സാഹചര്യമാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ളവർ സഞ്ജീവ് ഖന്നയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ നിർണായകമായൊരു ഹർജി സമർപ്പിക്കപ്പെട്ടു. അത് പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായ തീരുമാനം സുപ്രീം കോടതി എടുക്കുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചത് അടിസ്ഥാനപരമായി അത് റദ്ദാക്കണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം. രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ ജുഡീഷ്യറിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഒരു ലോക്സഭ പ്രതിപക്ഷ നേതാവിന് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനു മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിക്ക് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വേർഡിക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPക്കെതിരെ ഒരു യുദ്ധസമാനമായ സാഹചര്യം പ്രഖ്യാപിക്കേണ്ടി വരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കഴിയുന്ന ഒരു കാര്യം. ലോക്സഭയിൽ നിരവധിയായിട്ടുള്ള മഹാന്മാർ പ്രതിപക്ഷ നേതാക്കളായിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ആ കുപ്പായം അണിയുമ്പോൾ, അതും 2014 മുതൽ 2024 വരെ പ്രതിപക്ഷ നേതാവില്ല എന്ന് BJP അഹങ്കരിച്ചിരുന്ന കാലം അത്രയും കാട്ടിക്കൂട്ടിയ അഹങ്കാരവും താൻപോരിമയും എല്ലാം അട്ടപടലും പൂട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. അത് അമിത്ഷായ്ക്കൊന്നും ഒട്ടും ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അദ്ദേഹം ഭീഷണിയാണ് എന്ന് പറഞ്ഞ് അമിത്ഷാ നിരന്തരമായി ഘോരഘോരം വാദിക്കുന്നത്. വാസ്തവത്തിൽ അമിത്ഷായുടെ രാഷ്ട്രീയ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അവിടുത്തെ ഗുജറാത്തിലെ കലാപ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് ലോധ അടക്കമുള്ളവരുടെ ആകസ്മികമായ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ആരോപിക്കുകയാണ്. അതെന്തുകൊണ്ട് പുനരന്വേഷിക്കാൻ കഴിയുന്നില്ല? ജുഡീഷ്യറിയെ കൃത്യമായി പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് നരേന്ദ്രമോദി പറയുന്ന അഹംഭാവം. അതിനെ പൊളിച്ചടുക്കേണ്ടതായി ഉണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കം. ഒരിക്കൽ കൂടി സുപ്രീം കോടതിയെ സമീപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ്. ജ്ഞാനേഷ് കുമാറിനെ അയോഗ്യനാക്കണം, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ ഒട്ടുമേ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ്.